ശ്രീ ജോസഫ് വാഴക്കൻ, ഏതെല്ലാം ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ UDF വിമുഖതയുള്ളത്? LDF സ്ഥാനാർത്ഥികളുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഒരു കാര്യമുള്ളത്, കരുത്തരുടെ പട്ടികയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള ഈ സാധ്യതാ പട്ടിക പോലും മായ്ച്ചു കളഞ്ഞിട്ട് പുതിയ ആളുകളെ, കുറച്ചുകൂടി കരുത്ത് തെളിയിക്കുവാൻ കഴിയുന്നവരെ ഇറക്കേണ്ടി വരില്ലേ UDF? LDF ഇങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ട് അത് UDF സഹായകരമായി മാറിയിട്ടില്ലേ? LDF ആകെ അങ്കലാപ്പിലാണ്. അതുകൊണ്ടാണല്ലോ 6 MLA സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. 5 വർഷക്കാലത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 6 പേരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് ആളില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ശ്രീ ജോസഫ് വാഴക്കൻ അക്കാര്യത്തിൽ ഇടപെടുകയാണ്. തുടക്കത്തിൽ ഇടപെടുന്നത് ക്ഷമിക്കണം, അക്കാര്യത്തിൽ ഇടപെടുകയാണ്. ഇത് കോൺഗ്രസിനും ഇതേ പാരമ്പര്യമുള്ളതാണ്. MLA മത്സരിക്കുന്നത് പുതിയൊരു അനുഭവമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ 1ഉം 2ഉം അല്ലല്ലോ, 6 പേരെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അനിവാര്യരായ ചില ആളുകളെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മത്സരിപ്പിക്കാറുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇത് 6 പേരെ ഇറക്കി മത്സരിപ്പിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തെടുത്ത് കുത്തുക എന്ന് വെച്ചാൽ വേറെ ഒരു മാർഗ്ഗമല്ല. ഇനിയിപ്പോൾ അടുത്ത നാളെ കഞ്ഞി വെക്കാനായിട്ടാലും നാളെ കൃഷി ചെയ്യാൻ വേറെ വിത്തില്ലാത്ത അവസ്ഥയായി പോകും അവർക്ക്. അതാണ് ഇപ്പോഴത്തെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, ഇന്നിപ്പോൾ നമ്മുടെ രാജീവ് അബ്രഹാം പറഞ്ഞു ഇടതുപക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നതെന്ന്. ആരാ? അൻവറ? അല്ലെങ്കിൽ വീണ ജോർജാണോ? ജോയിസ് ജോർജാണോ? ഇന്നസെൻ്റ് ആണോ? ഇതൊക്കെ എന്ന് വന്നതാണ് നിങ്ങളുടെ പാർട്ടിയിൽ? ഏത് ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചെന്നായി പറയുന്നത്? എവിടെ? ഇന്നസെൻ്റൊക്കെ പാർലമെൻറ്റിൽ തന്നെ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം തമാശ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എല്ലാ അപാകതകളും അദ്ദേഹം രക്ഷപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ചാലക്കുടിക്കാരെങ്കിലും ഞാൻ പാർലമെൻറ്റിലിരിക്കുമ്പോൾ ഞാൻ നോക്കും, ചാലക്കുടിക്കാരെങ്കിലും ഗാലറിയിലുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ 0 ഓവറിൽ സാർ എന്ന് കൈപൊക്കും, എന്നെ കാണുകയില്ല, എന്നെ വിളിക്കുകയില്ല, വിളിച്ചാൽ എൻ്റെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു ജനപ്രതിനിധി ഉത്തരവാദിത്വപൂർവ്വം ആ പാർലമെൻറ്റിനെ സമീപിക്കേണ്ട ഒരു ഒരു MP രക്ഷപ്പെടുന്നത്. അപ്പോൾ ആ നിലയിൽ ഇവിടെ ഇവർ പറയുന്ന ഒരു ഇടതുപക്ഷ നിലപാടുമില്ല. PV അൻവറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഒരു കോടതിയും പറഞ്ഞിട്ടില്ലെന്നാണ്. PV അൻവർ ഒരു കർഷകനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 25 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്, അദ്ദേഹത്തെ തട്ടിച്ചു എന്ന് പറഞ്ഞ് കേസ് വന്ന് അവസാനം കോടതി അത് കൊടുക്കാൻ പറഞ്ഞതിന് അതിൻ്റെ പലിശ ഉൾപ്പെടെ കൊടുത്തേച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പൂട്ടിച്ചു. അദ്ദേഹത്തിൻ്റെ മറ്റ് പല നടപടികളെ സംബന്ധിച്ചും കോടതിയുടെ മുമ്പിൽ പ്രശ്നമായിട്ട് നിൽക്കുകയാണിപ്പം. അതുപോലെ തന്നെയാണ് ജോയിസ് ജോർജിൻ്റെ. നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച 4 കളക്ടർമാരാണ്, 4 സബ് കളക്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയത്. കാണിക്കാൻ പറഞ്ഞിരുന്നു. ഇടുക്കിയുടെ ഓമനപുത്രനാണ് ജോയിസ് ജോർജ് എന്നാണ് രാജീവ് അബ്രഹാമിൻ്റെ മറുപടി. ആ ഓമനപുത്രൻ്റെ ചെയ്തികളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാര്യമായി പറഞ്ഞത്. 4 സബ് കളക്ടർമാർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 4 സബ് കളക്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ ഭൂമിയുടെ പട്ടയം റദ്ദാക്കിയത്. അദ്ദേഹത്തോട് രേഖ ഹാജരാക്കാൻ ഇന്നലെ ഈ 7-ാം തീയതി പറഞ്ഞു. അദ്ദേഹം പറയുന്നത് പ്രളയത്തിൽ പോയെന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളം കയറിയെന്നവർ, അവിടെയെങ്കിലും വെള്ളമൊന്നും കയറിയതല്ല, കാണാനില്ലെന്നാണ് പറയുന്നത്. ഇതാണോ ഓമനപുത്രൻ്റെ പരിപാടി? ജനങ്ങളെ കബളിപ്പിക്കുന്ന. പിന്നെ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഞാനും ആ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ MPയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഹൈമാക്സ് ലൈറ്റാണ്. ആകെ വേറെ എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ രാജീവ് അബ്രഹാത്തിനോട് ഞാൻ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇടുക്കിയുടെ ഓമനപുത്രനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ശബരി റെയിൽവേയുടെ കാര്യമുണ്ടായി. ശബരി റെയിൽവേക്ക് അദ്ദേഹം ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു 1500 കോടി രൂപ അനുവദിച്ചെന്ന്. ആരാ? MP ആണ് അനുവദിച്ചത്. കേരള ഗവൺമെൻറ് അനുവദിച്ചെങ്കിൽ കേരള ഗവൺമെൻറ് പറയണ്ടേ? കേരള ഗവൺമെൻറ്റിലെ 3 വർഷമായിട്ട് ശബരി റെയിൽവേ കേന്ദ്രം തന്നെ പണം മുടക്കണം, ഞങ്ങൾ മുടക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് നഞ്ചങ്കോട് റെയിൽവേ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഴുവൻ ഡിലേ ചെയ്യിപ്പിച്ചത്, ആ ശബരി പദ്ധതി തന്നെ അവതാളത്തിലാക്കിയത്. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടി ഞാൻ ഇത്രായിരം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു. ഒരു ജോസഫ് വാഴക്കൻ MP എന്ത് ചെയ്തു എന്ന ചർച്ചയല്ല ഇത്. MP എന്ത് ചെയ്തു എന്ന ചർച്ചയല്ല ഇത്. അല്ലല്ല, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ്. കേരള ജനത വ്യക്തിത്വങ്ങൾ, അങ്ങനെ ഇടുക്കിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇറക്കുന്നത് LDF. ആ ഘട്ടത്തിൽ അങ്കലാപ്പിലാകുന്നത് ആരാണെന്നാണ്. UDF ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ലല്ലോ. അല്ലെന്ന് ഓമനപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഓമനയൊന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കസ്തൂരി രംഗൻ UDFിൻ്റെ കാലത്ത് അന്ന് കരട് അതിൻ്റെ ഡ്രാഫ്റ്റ് ഇത് പാസ്സായിട്ടുള്ളതാണ്. ആ പാസ്സായതിനപ്പുറത്തേക്ക് ഇന്നേ വരെ ഒരു കാര്യവും കൂടുതലായിട്ട് കൂട്ടിച്ചേർത്തിട്ടില്ല. പിന്നെ ഇതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പ് സമയത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ അതിനൊന്നൊരു അർത്ഥവുമില്ല. അൻവറിൻ്റെ കാര്യം ഉൾപ്പെടെ 4 പേര് ഈ നാട്ടിൽ പിന്നെ ഇടതുപക്ഷവുമായി പുലബന്ധമില്ലാത്ത ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് കൊള്ളാം, അവരെ ഇറക്കിയാൽ വീണ്ടും രക്ഷപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തവണയും നിർത്തിയിരിക്കുന്നത്. പിന്നെ P. ജയരാജൻ 2 കൊലക്കേസിൽ ഇപ്പം തന്നെ പ്രതിയാണ്. ഇനിയിപ്പോൾ CBI അന്വേഷിച്ചാൽ 2 എണ്ണം കൂടി വരും. അതാണ് മെറിറ്റ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.